ബ്രസീൽ ഫ്രാൻസിനോട് 2-1 എന്നുള്ള സ്കോറിനെ മുട്ടുമടക്കി. ബ്രസീലിയൻ്റെ ഓഡിയൻസ് ആദ്യമായിട്ടായിരിക്കും ബ്രസീൽ തോറ്റതിന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സന്തോഷിച്ചിട്ടുണ്ടാവുക. കാരണം ബ്രസീൽ ഈ ഒരു തോൽവി ഡിസേർവിങ് ആണ്. അവർ മാച്ച് കൊണ്ട് പ്ലേയേഴ്സ് ഒട്ടും കളിച്ചില്ല, അതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഓക്കെ, കാർലോ ആൻസെലോട്ടിയുടെ പല ഹാർഡ് ഡിസിഷൻസും ഓക്കെ അത് തന്നെയാണ് കാരണം കഴിഞ്ഞ മാച്ച് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ബ്രസീലിൻ്റെ അറ്റാക്കിന് പ്രോപ്പറായിട്ടൊരു ഒരു സേവിയർ ഇല്ല, ഒരു രക്ഷകനില്ല. ഓക്കെ, ഞാനിത് ആരിലോട്ടാണ് വിരൽ ചൂണ്ടത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. ഞാനിതല്ല, കംപ്ലീറ്റ് വേൾഡ് മൊത്തം എല്ലാവരും ആ ഒരാളിലോട്ടാണ് വിരൽ ചൂണ്ടുന്നത്. എന്തുകൊണ്ട് ആ ആളെ എടുത്തില്ല, ഫിസിക്കലി ഫിറ്റായിട്ടും ഫിസിക്കലി അൺഫിറ്റാണെന്ന് പറഞ്ഞ് എന്തുകൊണ്ട് അദ്ദേഹത്തെ എടുത്തില്ല എന്നുള്ളത് പല ചോദ്യങ്ങളുണ്ട്. നമ്മൾ മാത്രമല്ല, ബ്രസീലിലെ ലെജൻസ് അടക്കി ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആ പുള്ളിയെ എടുത്തില്ല? PhDയും ഡിഗ്രിയും എല്ലാം എടുത്ത് ബ്രസീലിനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാം റെഡിയായി നിൽക്കുന്ന ഒരാൾ അവിടെ ഉണ്ട്, എന്തുകൊണ്ട് അയാളെ എടുത്തില്ല? കാർലോ ആൻസെലോട്ടിയോട് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് ഭയങ്കര പ്രോപ്പറായിട്ട് ആൻസെലോട്ടിക്ക് ഒരു പ്ലാൻ ഉണ്ട്, അതൊക്കെ കൊണ്ട് ബ്രസീലിനെ ഇങ്ങനെ വിനിയാണ് ഫോക്കസ് ചെയ്യുന്നത്, ആ ചങ്ങായിനെ അറ്റാക്ക് ചെയ്ത് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടാക്ടിക്സ് ഒക്കെ ഇറക്കി. വെർ ഈസ് റിസൾട്ട് എവിടെ? ഞങ്ങൾക്ക് ബ്രസീലിയൻ ഓഡിയൻസിന് അതാണ് വേണ്ടത്. വി നീഡ് റിസൾട്ട്. ഞങ്ങൾക്ക് 6ാമത്തെ വേൾഡ് കപ്പ് എടുക്കണം. എത്ര കാലമായി കാർലോ ആൻസെലോട്ടി വന്നത്? കഴിഞ്ഞ ജൂൺ ജൂലൈ ആ സമയത്ത് ജോയിൻ ചെയ്തതാണ്. 2 മാച്ച് ഇൻ്റർനാഷണൽ ബ്രേക്കിലാകട്ടെ എത്ര മാച്ചസ് 2 മാച്ച് കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചു. ഒറ്റ ബ്രേക്കിൽ പോലും 2 മാച്ചസ് കണ്ടിന്യൂസ് ആയി വിജയിച്ചിട്ടില്ല ബ്രസീൽ. വേൾഡ് കപ്പ് പോലത്തെ ഒരു ടൂർണമെൻറ്റാണ് വരുന്നത്, ഓരോ മാച്ചും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സമനില പോലും അവിടെ അക്സെപ്റ്റബിൾ അല്ല വേൾഡ് കപ്പിൽ. അത്രയും കോമ്പറ്റീറ്റീവാണ്. നമുക്ക് ലീഗ് സ്റ്റേജിൽ ഫസ്റ്റ് മാച്ച് വരുന്നത് മൊറോക്കോക്കെതിരെയാണ്. ഫ്രാൻസിനെ പോലൊരു ടീമാണത്, ബിഗ് ടീമാണത്. ബ്രഹീം ഡൈസ് ആയിക്കോട്ടെ, അഷ്റഫ് ഹക്കീമി ആയിക്കോട്ടെ, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സുള്ളൊരു ടീമാണ് മൊറോക്കോ എന്ന് പറയുന്നത്. ആ ടീമായിട്ടാണ് ഫസ്റ്റ് മാച്ചുള്ളത്. സോ 2 മാച്ച് കണ്ടിന്യൂസ് ആയിട്ട് വിജയിക്കാൻ പോലും പറ്റാത്ത ഒരു ടീമും വെച്ചാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്. വാട്ട് ഈസ് ദിസ്? ഭയങ്കരമായിട്ടുള്ള ടാക്ടിക്സ്, ഫിസിക്കലി ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടെടുക്കില്ല എന്നൊക്കെ പറയുന്ന ആളുണ്ട്. വെർ ഈസ് റിസൾട്ട്? ഞങ്ങൾക്ക് റിസൾട്ട് കാണണം. ടു ബി ഫ്രാങ്ക് പറയാലോ, ഞങ്ങൾക്ക് 6ാമത്തെ വേൾഡ് കപ്പിനുള്ള ആ ഒരു ടീം നമുക്ക് കാണണം. ടീമുണ്ട്, ഇല്ലാതൊന്നും ആരും പറഞ്ഞില്ല, പ്രോപ്പറായി ടാക്ടിക്സ് ഉണ്ട്. പക്ഷേ അറ്റാക്കിങ്ങിൽ ഇതെടുക്കാനുള്ള ആ ഒരു ക്യാപ്റ്റൻസി എടുക്കാനുള്ള ഒരാളില്ല. കഴിഞ്ഞ മാച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ബ്രസീലിയൻ ഓഡീസിനും ഒരു കാര്യം പറയാനുണ്ടാവുള്ളൂ, അറ്റാക്കിങ്ങിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫിനിഷിങ്ങിന് ആളില്ല. ബോൾ ചില സമയത്ത് എത്തിച്ചു കൊടുക്കാൻ ഒരാളില്ല. ഫസ്റ്റ് ഹാഫിൽ റാഫീനെയൊക്കെ ഇറക്കിയിരുന്നു. വേണമെങ്കിൽ ഞാൻ ഫസ്റ്റിലൊന്നും പറയാം. ഗോൾ കീപ്പറായിട്ട് എഡേഴ്സണായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പെരേരയും ബേമലും ആയിരുന്നു ആ ഒരു ഡിഫൻസ് ഉണ്ടായിരുന്നു. റൈറ്റ് ബാക്കിൽ വെസ്ലി, ലെഫ്റ്റ് ബാക്കിൽ ഡഗ്ലസ് സാൻഡോസ്, കസമീറോയും ആൻഡ്രയും ഔട്ട് മിഡ്ഫീൽഡിൽ വിനീഷ്യസ് ജൂനിയറും പിന്നെ അതുപോലെ തന്നെ മാത്യൂസ് കുഞ്ഞയും ആ ഒരു സ്ട്രൈക്കിംഗ് റോളിൽ. ലെഫ്റ്റിൽ ഗബ്രിയൽ മാർട്ടിനെല്ലി, റൈറ്റിൽ റാഫീനെ. ഇങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് ഇറങ്ങിയത്. ഓക്കെ, റാഫീനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബാഴ്സയിലൊക്കെ എന്തോ ഭയങ്കര തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് റാഫീന. ഈ ഒരു ബ്രസീലിയൻ ഹെവിനെസ് താങ്ങാൻ പറ്റുന്നില്ല റാഫീനയ്ക്ക്. അദ്ദേഹത്തിന് ചെറിയ ഇഞ്ചുറി ഇഷ്യൂ ഉണ്ട് കേട്ടോ. സെക്കൻഡ് ഹാഫിൽ മസിൽ ഇഞ്ചുറി ആയതുകൊണ്ട് പുള്ളിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ വിനിയെ വെച്ച് ഫോക്കസ് ചെയ്തിട്ടാണ് ആൻസെലോട്ടി ഇറക്കാൻ നിൽക്കുന്നത് ബ്രസീലിയൻ ടീം. വിനി ഈ ഒരു ബ്രസീലിയൻ ടീമിൽ എത്രത്തോളമാണ്? എനിക്ക് വിനിയെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ടു ബി ഫ്രാങ്ക് പറയാം, ഞാൻ റയൽ മാഡ്രിഡിലെ വിനീഷ്യസ് ജൂനിയറിനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിൽ എന്ത് ചെയ്തു എന്നുള്ളത് ഇപ്പോഴൊരു ചോദ്യമാണ്. കാര്യമല്ല, 19 മാച്ചസ് കളിച്ചു, 6-7 ഗോൾ മാത്രമാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ആ ചങ്ങായിക്ക് അത്രയും ഫോക്കസ് കൊടുക്കാം. ബ്രസീലിയൻ ടീമിൽ എന്ത് ചെയ്തു? അതൊരു ചോദ്യം തന്നെയാണ്. വിനി വേണം വേണ്ട എന്നൊന്നും അല്ല പറയുന്നത്. വൈ നോട്ട്? ആ ഒരു നമ്പർ 10 ജേഴ്സി വിനിക്കാണോ കൊടുക്കാനുള്ളത്? അത് ഡിസേർവിംഗ് ആയിട്ടുള്ള വേറൊരാളവിടെ ഉണ്ട്. വീണ്ടും പറയുന്നത് PhD ഡിഗ്രി എല്ലാ സാധനവും ക്വാളിഫൈ ചെയ്ത് നിൽക്കുന്ന ഒരാളവിടെ ഉണ്ട്. ആ ചങ്ങനെ എടുക്കാത്തതിൻ്റെ അത്രയും ഡിസ്റെസ്പെക്റ്റാണ് ആ ചങ്ങായിക്ക് കൊടുത്തത്. പ്രിലിമിനറി സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ട് ആ ഒരു നാഷണൽ ടീമിൻ്റെ ഓൾ ടൈം ടോപ്പ് സ്കോറർ ആയിട്ടുള്ള ഒരാളെ പ്രിലിമിനറി സ്ക്വാഡിൽ എടുത്തില്ല. ഓക്കെ, ഇതിൻ്റെ മുമ്പ് ഈ ബ്രസീലിൻ്റെ സ്ക്വാഡ് എടുത്ത വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. കാരണം എനിക്കതിൻ്റെയൊക്കെ മൊത്തം ഇവിടെ തീർക്കാനുണ്ട്. പ്രിലിമിനറി സ്ക്വാഡിൽ ഓൾ ടൈം ടോപ്പ് സ്കോറർ ആയിട്ടുള്ള ആ ഒരു നാഷണൽ ടീമിൻ്റെ ഒരാളെ എടുത്തിട്ട് അവിടെ നിന്ന് നേരെ എടുത്ത് പുറത്ത് കളഞ്ഞു. എനിക്ക് ആ ഒരു ഡിസ്റെസ്പെക്റ്റാണ് ആ ചങ്ങായി കൊടുത്തത്. ഓൾ ടൈം ടോപ്പ് സ്കോറാണ് ബ്രസീലിയൻ ടീമിൻ്റെ. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടതിനെ പുള്ളിനെ വിളിച്ച് പറഞ്ഞ് പ്രിലിമിനറി സ്ക്വാഡിൽ പോലും എടുക്കാൻ പാടില്ല. നിങ്ങൾ ഫിസിക്കലി അൺഫിറ്റാണ്, ഇപ്രാവശ്യം നോക്കുന്നില്ല, വേൾഡ് കപ്പിന് ഡയറക്റ്റ് തന്നെ എടുക്കാം. വേൾഡ് കപ്പിൽ പുള്ളി എടുക്കുന്ന എനിക്കൊരു വിശ്വാസമില്ല കേട്ടോ. ടു ബി ഫ്രാങ്ക് പറയാലോ, എനിക്കൊരു വിശ്വാസമില്ല ആൻസെലോട്ടിൻ്റെ ഈ ഒരു പോക്ക്. ബ്രസീലിയൻ നാഷണൽ ടീമും ആൻസെലോട്ടിയും ഈ പ്രാവശ്യം ഒറ്റ പോക്കാവോ. നെയ്മർ അൺഫിറ്റാണെങ്കിൽ നെയ്മർ എടുക്കട്ടെ, വിനിയെ വിളിച്ച് നമുക്ക് പിടിക്കാം, നമുക്ക് പ്ലേയേഴ്സ് ഉണ്ട്. ആ ഒരു പോക്കാണ് ഇപ്രാവശ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം വർക്കാവുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാര്യം പറയാലോ, എനിക്ക് ഈ ഒരു ടീമിനെ വെച്ച് ഞാൻ പറഞ്ഞല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് 2 മാച്ച് വിജയിക്കാൻ പോലും പറ്റുന്നില്ല ഈ ഒരു ബ്രസീലിയൻ ടീമിന്. അങ്ങനെയാണ് ഈ ടീമിനെ വെച്ചാണോ വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നത്? വേൾഡ് കപ്പ് എടുത്തു, 2 മാസം മാത്രമേ ബാക്കിയുള്ളൂ.
ഫ്രാൻസ് എന്നൊക്കെ പറയുന്നത് സംഭവം ശരിയാണ്. ഫ്രാൻസിൻ്റെ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞാൽ കിടിലൻ അറ്റാക്കാണ്. ദശാംശം എന്ത് കൂളായിട്ട് ആ അറ്റാക്കിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അവിടെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കാൻ ഒരു എംബാപ്പെ ഉണ്ട്. എംബാപ്പെ ആ ഒരു ടീമിനെ ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടോ. അതുപോലെ വിനിനെ കൊണ്ടും പറ്റും എന്നാണ് ആൻസലോട്ടി പറയുന്നത്. പക്ഷേ വിനി ബ്രസീലിയൻ ടീമിൽ ഇതുവരെ അത് ചെയ്തിട്ടില്ല. എംബാപ്പെ പ്രൂവ്ഡ് ഇറ്റ് സോ മെനി ടൈം ഇൻ ഫ്രാൻസ്. എംബാപ്പെ എന്ത് കൂളായിട്ട് ആ ഡെമ്പലെ ആയിക്കോട്ടെ, ഒലീസെ, പിന്നെ അതുപോലെ തന്നെ എംബാപ്പെ, പിന്നെ ഒരാളും കൂടി ഇറങ്ങിയിരുന്നല്ലോ എക്കിറ്റിക്കെ. ഇവർ 4 പേര് എന്ത് കൂളായിട്ട് എംബാപ്പെ ആ ഒരു ഫ്രാൻസിലെ ഹാൻഡിൽ ചെയ്ത്. സംഭവം എംബാപ്പയ്ക്ക് റയലിലും PSG കുറച്ച് ഈഗോ ഇഷ്യൂ ഉണ്ട്. ഫ്രാൻസിലെ എംബാപ്പെ എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് വേർഷനാണ്. അത് നമ്മൾ ഒരു ഈഗോ ഒന്നുമില്ല. എംബാപ്പയ്ക്കാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. എംബാപ്പയാണ് അവിടെ ക്യാപ്റ്റൻ. ആ ടീമിനെ വിജയിപ്പിക്കുക എന്നുള്ളത് എംബാപ്പേൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ട് എന്ത് കൂളായിട്ടാണ് ഞങ്ങൾ ആ ഒരു സാധനം ഹാൻഡിൽ ചെയ്തത്. അതുപോലെ വിനിയും ഇവിടെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കാര്യം പറയല്ലോ, എനിക്ക് വിനിയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വിനി ബ്രസീലിയ ജേഴ്സിയിൽ ഒന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചെറിയ ടീമുകൾക്കെതിരെ ഇവൻ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്, നല്ല കളി കളിക്കുന്നുണ്ട്. പക്ഷേ ബിഗ് ഗെയിംസ് വരുന്ന സമയത്ത് റയലിൽ ബിഗ് ഗെയിംസിൽ മാത്രം ഫോം ആവും. ഇവിടെ ബ്രസീൽ വരുന്ന സമയത്ത് ബിഗ് ഗെയിംസിൽ ഫോം ആവുന്നില്ല. ഒരു യാഥാർത്ഥ്യമാണ്. എനിക്കറിയില്ല നിങ്ങളെന്താ അതുകൊണ്ട് വിചാരിക്കാമെന്നറിയില്ല. എനിക്ക് ഇതുവരെ കണ്ടിട്ട് അതാണ് മനസ്സിലായത്. ഓക്കെ, ഈ ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ഫ്രാൻസിൻ്റെ ഡോമിനൻസ് ആയിരുന്നു. അങ്ങനെയാണ് ഡെമ്പലേൻ്റെ അസിസ്റ്റിൽ നിന്നും എംബാപ്പെ ആ ഒരു ഗോൾ സ്കോർ ചെയ്തത്. ബ്രസീലിൻ്റെ ഡിഫൻസിനെ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്തു എംബാപ്പെ. അവർ പിന്നെ അറിയാലോ, ഫോർച്യൂണറും ലംബോർഗിനിയും ഒക്കെയാണുള്ളത്. അവരുടെ ഡെമ്പലെ, ഒലീസെ, എക്കിറ്റിക്കെ, എംബാപ്പെ 4 സ്പീഡി പ്ലേയേഴ്സാണ്. സ്പ്രിൻറ്റിങ് മാരകമായിട്ടുള്ള പ്ലേയേഴ്സാണ് അവർക്കുള്ളത്. സോ അതുകൊണ്ട് തന്നെ അവർ ഒരു ഗോൾ സ്കോർ ചെയ്തു. ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയി. ബ്രസീൽ കുഴപ്പമില്ല. ഗബ്രിയൽ മാർട്ടിനെല്ലിക്കൊക്കെ ഫസ്റ്റ് ഹാഫിൽ 1-2 നല്ല ചാൻസുകൾ കിട്ടിയത്. പക്ഷേ ഇത് ഗോളാക്കാൻ പറ്റിയില്ല. സെക്കൻഡ് ഹാഫ് റാഫീനിയെ പിൻവലിച്ച് ലൂയിസ് എൻട്രിക്കെ ഇറക്കി. അത് ഭയങ്കരമായിട്ട് അറ്റാക്കിൽ ഡിഫറൻസ് ഉണ്ടാക്കി. ലൂയിസ് എൻട്രിക്കെ ആ ഒരു റൈറ്റ് വിങ്ങിൽ അടിപൊളിയായിട്ട് കളിച്ചു. നല്ല അറ്റാക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഫിനിഷ് ചെയ്യാൻ ഒരാളില്ല. ഓക്കെ, അതാണ് ബ്രസീലിൻ്റെ പ്രശ്നം. പിന്നെ ഒരു 55-ാമത്തെ മിനിറ്റ് ആയ സമയത്ത് അവരുടെ ഒരു ഡിഫൻഡർ ഉണ്ട്, വെസ്ലിനെ ഫൗൾ ചെയ്തതിന് റെഡ് കാർഡ് കിട്ടി. ഓക്കെ, വാറൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് റെഡ് കാർഡ് കിട്ടിയത്. ഓക്കെ, അങ്ങനെ ആ ഒരു റെഡ് കാർഡ് കൊടുത്തു. പിന്നെ അങ്ങോട്ടൊരു പകുതി മാച്ചും ഫ്രാൻസ് കളിച്ചത് 10 പേരെ വെച്ചിട്ടാണ്. അപ്പോൾ 1-0 തോറ്റിക്കാട്ടോ 55-ാം മിനിറ്റ്. 62-ാമത്തെ മിനിറ്റ് ആയ സമയത്ത് ഒലീസേൻ്റെ അസിസ്റ്റിൽ നിന്നും എക്കിറ്റിക്കെ വീണ്ടും ഒരു ഗോൾ ചെയ്തു. രണ്ടും ചിപ്പ് ചെയ്ത് ഗോൾ സ്കോർ ചെയ്ത്. എഡേഴ്സനെ ചിപ്പ് ചെയ്ത് ഗോൾ സ്കോർ ചെയ്തു. എഡേഴ്സൺ പെട്ടെന്ന് കയറി വരുന്ന ഒരാളാണ്. കയറി വന്നു, ചിപ്പ് ചെയ്ത് ഗോൾ സ്കോർ ചെയ്തു. അവരുടെ ഈസി ടാക്ടിക്സ്. ഓക്കെ, എഡേഴ്സനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി അവരെടുത്ത ടാക്ടിക്സാണ് ചിപ്പ് ചെയ്ത് ഗോൾ ചെയ്യുക. എംബാപ്പയും എക്കിറ്റിക്കയും ഗോൾ സ്കോർ ചെയ്തു. 10 പേരായി ചുരുങ്ങിയിട്ടും ഫ്രാൻസാണ് അവിടെ ഗോൾ സ്കോർ ചെയ്തത്. ബ്രസീൽ അവിടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫിനിഷ് ചെയ്യുന്നില്ല. അറ്റാക്കിങ്ങിൽ പറഞ്ഞല്ലോ, ക്യാപ്റ്റൻസ് എടുക്കാൻ ഒരാളില്ല, പ്രോപ്പറായിട്ട് ബോൾ എത്തിച്ചു കൊടുക്കാൻ ഒരാളില്ല. എങ്ങനെയൊക്കെ റൈറ്റിലും ലെഫ്റ്റിലും കളി നടക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. കാര്യം പറയാലോ, കളി ബ്രസീലിൻ്റെ മാച്ച് കണ്ടതുകൊണ്ട് പറയാണ്. എനിക്കറിയില്ല, നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് താഴെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോട്ടോ. അത്രയൊക്കെയാണ്. പിന്നെ അവിടെ കഴിഞ്ഞത് ഫ്രാൻസ് ഗോൾ സ്കോർ ചെയ്തു. പിന്നെ എൻ്റെ ഒരു 2 മിനിറ്റ് എനിക്ക് നെറ്റ്വർക്ക് ചെറിയൊരു ലാഗ് കിട്ടി. ആ സമയത്താണ് ആ ഒരു ബേമിൽ ആ ഒരു ഗോൾ സ്കോർ ചെയ്തത്. ഓക്കെ, ബ്രമല ഒരു ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ 2-1 സ്കോറായിട്ട് മാറി. അത് കഴിഞ്ഞ് ബ്രസീൽ കുറേ അറ്റാക്ക് ചെയ്തു. അവസാനം ഈ ബേമലിൻ്റെ ഒരു ബോൾ ഉണ്ടായിരുന്നു. മാത്യൂസ് കുന്നേക്കല്ല, ഏതോ ഒരാൾക്കും വിനീഷ്യസ് ജൂനിയർ ഓപ്പൺ ചെയ്തു. വിനീഷ്യസ് ജൂനിയറും ഗോൾ കീപ്പറും മാത്രം, ഫ്രാൻസിൻ്റെ ഗോൾ കീപ്പറും മാത്രം മുമ്പിൽ ഒരു ടച്ച്. ആ ചങ്ങായി ലെഫ്റ്റ് റൈറ്റ് വെച്ചത് പുള്ളി മറ്റേ ടച്ച് ചെയ്യാൻ നോക്കി, പക്ഷേ ഗോളായില്ല. കണ്ടോ, സേവിയർ ആവേണ്ട ആളാണ് വിനി, പക്ഷെ അവിടെ അത് ഗോളാക്കിയില്ല. അതാണ് എനിക്ക് ഞാൻ ടു ബി ഫ്രാങ്ക് പറയുന്നത്, ബ്രസീലിൻ്റെ കളിയിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിക്കുന്നില്ല എന്നൊന്നും നമ്മളാരും പറയുന്നില്ല. പ്ലേയേഴ്സ് ആവശ്യത്തിൽ കൂടുതലുണ്ട്, എവിടെ വേണേലും ഇറക്കാനുള്ള പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ ഇന്നത്തെ മാച്ചിൽ മഹല്ലസും മാർക്കിനിയോസും തൊട്ട് മുമ്പ് ഒരു ചെറിയ ഇഞ്ചുറി ആയതുകൊണ്ട് പുള്ളി ഇറങ്ങിയില്ല. മഹല്ലസ് ഇല്ല, ഓൾറെഡി ആഴ്സണലിൽ നിന്ന് ഇഞ്ചുറി ആയിട്ട് പിന്നെ ഇറങ്ങിയില്ല. മെയിൻ 2 ഡിഫൻഡേഴ്സും ഇല്ല. പിന്നെ അതൊരു മിലിറ്റാവാണ് റൈറ്റ് ബാക്കിൽ വേൾഡ് കപ്പിലോട്ട് പരിഗണിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊരു മിലിറ്റാവ് എന്തായാലും ഇഞ്ചുറി മാറി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെസ്ലിയാണ് ഇറക്കിയത്. പക്ഷേ വെസ്ലി നല്ലൊരു ഓപ്ഷനാണ് അവിടെ. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഫസ്റ്റ് ലെവലിൽ ചെറിയൊരു ഇഷ്യൂ ആ ഒരു ഡിഫൻസിൽ. ഓക്കെ, ആലീസൺ ഇഞ്ചുറിയാണ്, അതുകൊണ്ട് എഡേഴ്സൺ ഇറങ്ങി. പക്ഷേ അത് കണക്ക് തന്നെയാണ്, ആലീസൺ എഡേഴ്സൺ ആയാലും കണക്ക് തന്നെയാണ്. 2 പേരും വേൾഡ് ക്ലാസ് ഗോൾ കീപ്പേഴ്സ് തന്നെയാണ്. പക്ഷേ ആ ഒരു അറ്റാക്കിങ്ങിൽ നിറച്ച ആൾക്കാരാണ്. പേരെടുത്ത് പറയാൻ പറ്റിയ സൂപ്പർ സ്റ്റാർസാണ് അറ്റാക്കിങ്ങിലുള്ളത്. പക്ഷേ ആരും ക്ലബിന് വേണ്ടി കളിക്കുന്നത് പോലെ ബ്രസീലിൽ ഇവിടെ നാഷണൽ ടീമിൽ ഈ ഹെവിനെസ് താങ്ങുന്നില്ല. അവർക്ക് ആ ഒരു ക്യാപ്റ്റൻസി അറ്റാക്കിങ്ങിൽ ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. റാഫീനൊക്കെ ബാഴ്സയിൽ എജ്ജാതി കളി കളിക്കുന്ന ആളാണ്, നമുക്കറിയാം. എജ്ജാതി എഫേർട്ട് എടുക്കുന്ന ആളാണ്. റാഫീനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ബാഴ്സലോണ ടീം ഒന്നുമില്ല എന്ന് പറയേണ്ട സിറ്റുവേഷനാണ് ഇപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പലരും പറയും ബെഡ്രി എമ്മാലൊക്കെ ഉണ്ട്. പക്ഷേ റാഫീനെ എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബാഴ്സലോണ ടീം ഒരു അവരുടെ ഒരു ബാലൻസ് തെറ്റിപ്പോകും. കാരണം അത്രയും എഫേർട്ടാണ് റാഫീനെ ബാഴ്സയിൽ ഇടുന്നത്. പക്ഷേ അത് ബ്രസീൽ വരുമ്പോൾ അതില്ല. വിനി അർബലാവിൻ്റെ ആ ഒരു റയൽ മാഡ്രിഡ് ടീമിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്കറിയാം. അവിടെ ഒരു ക്യാപ്റ്റൻസി അറ്റാക്കിന് ഏറ്റെടുക്കാൻ കെൽപ്പുള്ള ഒരാളാണ്. അവിടെ ബിഗ് ഗെയിംസിൽ ഭയങ്കരമായിട്ട് ഫോം ആവുന്ന ഒരാളാണ്. പക്ഷേ ബ്രസീലിൽ വരുന്ന സമയത്ത് അപ്പോഴും നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണത്, ബ്രസീൽ നീഡ്സ് ആൻഡ് സേവിയർ.
ബ്രസീലിന് ഒരു സേവിയർ അത്യാവശ്യമാണ്. അതിന് PhDയും എല്ലാ ക്വാളിഫിക്കേഷനുമുള്ള ഒരാൾ അവിടെ സാൻഡോസിലുണ്ട്. വൈ നോട്ട് യു ആർ നോട്ട് പിക്കിംഗ് ഹിം? എന്തുകൊണ്ട് അയാൾ എടുക്കുന്നില്ല? നിങ്ങൾ പറയണ്ടല്ലോ PR കൊണ്ട് ഒരാളെ ടീമിൽ കയറ്റില്ല എന്നൊക്കെ. ഒരു PR കൊണ്ടും നാച്ചുറലായിട്ട് കിട്ടിയ PR ആണത്, അല്ലാതെ പൈസ കൊടുത്ത് കിട്ടുന്ന PR അല്ല. നെയ്മറിനെ എത്രത്തോളം നമ്മളെല്ലാവരും ആ ഒരു ടീമിൽ ആഗ്രഹിക്കുന്നുണ്ട് നെയ്മറെ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. നിങ്ങൾ തന്നെ അവിടെയും ഇവിടെയും കാർലോ ആൻസലോട്ടി അവിടെ എന്തെങ്കിലും പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നെയ്മറെ ഇറക്കണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ പറയും. സോ ഹി ഡിസേർവ്സ് എ സ്പോട്ട് ദർ. ഓക്കെ, ഇപ്പോൾ പലരും അതാണ് വേൾഡ് മൊത്തം ചർച്ച ചെയ്യുന്നത്. ബ്രസീലിൻ്റെ ഈ ഒരു തോൽവിക്ക് ശേഷം ഇനി നെക്സ്റ്റ് ക്രൊയേഷ്യക്ക് ഇതിലൊരു മാച്ച് ഉണ്ട്. സോ എനിക്ക് പറയാനുള്ളൊരു കാര്യമുള്ളൂ, ബ്രസീലിൻ്റെ അറ്റാക്കിങ്ങിൽ ക്യാപ്റ്റൻസി ഏറ്റെടുക്കാൻ ഒരാൾ വേണം. അതിനെല്ലാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുണ്ട്, അയാൾ എടുക്കുന്നില്ല, ഫിസിക്കലി അൺഫിറ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സോ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, എന്തായാലും ജയിക്കട്ടെ. അടുത്ത നെക്സ്റ്റ് മാച്ചിന് ക്രൊയേഷ്യയാണ് ജയിക്കട്ടെ, അതിപ്പോൾ നമുക്ക് പറയാനുള്ളൂ. സോ താങ്ക് യു സോ മച്ച്.